ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. എബ്രായ ലേഖനം 6-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. അവിടെ പൗലോസ്ലീഹ പറയുന്നു, മശിഹായുടെ പ്രബോധനങ്ങളുടെ പ്രാരംഭ പഠനങ്ങൾ അറിഞ്ഞവർ ഇനി അവർ പരിപൂർണതയിലേക്ക് വളരണം. ഇതിന് തൊട്ടു മുമ്പ് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ശിശുക്കളാണ്, പാല് മാത്രമാണ് നൽകുന്നത്. എന്നാൽ ആ പാല് കുടിച്ച് നമ്മളതിൽ വളർന്നു കഴിയുമ്പോൾ ആ വിശുദ്ധിയുടെ, ക്രിസ്തുവിലുള്ള ആ അറിവിൻ്റെ, ആ സമർപ്പണത്തിൻ്റെ ആ പൂർണ്ണതയിലേക്ക് വളരാൻ നമുക്ക് സാധിക്കണം. അതിന് ആവശ്യമായിരിക്കുന്ന ഘടകങ്ങൾ: 1 അനുതാപം, 2 ദൈവവിശ്വാസം, 3 മാമോദീസയെക്കുറിച്ചുള്ള ബോധ്യം, 4 കൈവെപ്പിനെക്കുറിച്ചുള്ള സുപ്രധാനമായ ഉപദേശങ്ങൾ, 5 മരിച്ചവരുടെ പുനരുത്ഥാനം, 6 വരാനിരിക്കുന്ന ന്യായവിധി. ഇവയെല്ലാം ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. ഈ മറ്റൊരു അടിസ്ഥാനം ഇനി ഇതിന് ഇടാനാവില്ല. ഇത് ആർക്കും മാറ്റാനും ആവുന്നതുമല്ല. ഇതാണ് പരിശുദ്ധ സഭയുടെ എല്ലാ പഠിപ്പിക്കലുകളുടെയും കൂദാശകളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയൊക്കെ അടിസ്ഥാനം ഈ 6 കാര്യങ്ങളാണ്. എന്നിട്ട് അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ പറയുന്നു, ഇതൊക്കെ പ്രാപിച്ചവൻ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ അല്ലെങ്കിൽ പിന്മാറുമ്പോൾ എന്താണ് സംഭവിക്കുക? അപ്പം അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവൻ പിന്മാറിപ്പോയാൽ അവനെ വീണ്ടും മാനസാന്തരത്തിലേക്ക് പുതുക്കാവുന്നതല്ല. അവൻ യേശുക്രിസ്തുവിനെ ലോകോപവാദം വരുത്തുന്നവനാണ്. വളരെ ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കേണ്ട ഭാഗമാണ്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചവർ, എന്താ പ്രകാശനം? ക്രിസ്തുവാകുന്ന വെളിച്ചത്തെക്കുറിച്ച് മനസ്സിലാക്കിയവർ, അല്ലെങ്കിൽ മാമോദീസ സ്വീകരിച്ചവർ. മാമോദീസയെക്കുറിച്ച് പ്രകാശത്തിൻ്റെ കൂദാശ എന്നാണല്ലോ സഭ പറയുന്നത്. അങ്ങനെ ക്രിസ്തുവാകുന്ന വെളിച്ചം നമ്മിലേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണം നമ്മൾ ക്രിസ്തുവിനോട് സംയോജിക്കപ്പെടുന്നതായ അനുഭവമാണ്. അതാണ് ഒരിക്കൽ പ്രകാശനം ലഭിച്ചു, സ്വർഗീയ ദാനം ആസ്വദിച്ചു. എന്താ സ്വർഗീയ ദാനം? ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്ന ജീവനുള്ള അപ്പമാകുന്നു എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിച്ചവർ. അപ്പോൾ ഒരിക്കൽ സ്നാനമേറ്റ് ക്രിസ്തുവിനോട് സംയോജിക്കപ്പെട്ടവർ, 2 വിശുദ്ധ കുർബാന അനുഭവിച്ചവർ, 3 പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ. അതെ, മാമോദീസായിൽ മൂറോൻ അഭിഷേകത്തിലൂടെ നമ്മളൊക്കെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്. പിന്നെ ദൈവത്തിൻ്റെ നല്ല വചനം, അത് ജനിച്ചപ്പോൾ മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ്. അത് നമ്മൾ വായിക്കുന്നുമുണ്ട്. പിന്നെ വരാനുള്ള ലോകത്തിൻ്റെ ശക്തി ആസ്വദിച്ചവർ. വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ 2ാമത്തെ വരവരെയുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ആഘോഷിക്കുന്നത്. ഇതൊക്കെ അറിഞ്ഞും അനുഭവിച്ചുമുള്ളവർ പിന്മാറിപ്പോയാൽ അവരാരാണ്? തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകോപവാദം വരുത്തുന്നവരുമാകയാൽ അവരെ വീണ്ടും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ സാധിക്കുകയില്ല. അവർ യേശുവിന് ലോകോപവാദം വരുത്തുന്നവനും അവനെ വീണ്ടും ക്രൂശിക്കുന്നവരാണ്. അപ്പം നമ്മളിത് വളരെ ശ്രദ്ധിച്ച് വായിക്കേണ്ട ഒരു വേദഭാഗമാണ്. നമ്മളൊക്കെ ഇന്ന് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ മുഖാന്തരം കർത്താവ് വീണ്ടും ക്രൂശിക്കപ്പെടുകയാണ്. യഹൂദന്മാർ 1 പ്രാവശ്യമേ യേശുവിനെ ക്രൂശിച്ചുള്ളൂ. അത് അവരുടെ അറിവില്ലായ്മയിൽ നിന്ന് ചെയ്തതാണ്. അതുകൊണ്ടാണ് കർത്താവ് ക്രൂശിന്മേൽ കിടന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു, പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. നമ്മളിന്ന് നമ്മുടെ വിശ്വാസത്തിനെതിരായി യേശുവിൻ്റെ ആ പഠിപ്പിക്കലിന് വിരുദ്ധമായി ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് അറിവില്ലായ്മയിൽ നിന്നല്ല, നമ്മുടെ അറിവിൻ്റെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് അറിവോടും സമ്മതത്തോടും കൂടിയാണ് നമ്മളത് ചെയ്യുന്നത്. അത് ഏതെന്ന പർദീസായിൽ ആദമും ഹവ്വയും പാപം ചെയ്തതിന് തുല്യമാണ്. ദൈവം അവർക്ക് പറഞ്ഞു കൊടുത്തു, ഇത് നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. ആ അറിവോടും സമ്മതത്തോടും കൂടി തന്നെയാണ് അവരതിന് വിരുദ്ധമായിട്ട് അവിടെ പ്രവർത്തിച്ചത്. ഇന്ന് ഞാനും നിങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് അങ്ങനെ തന്നെയാണ്.
അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കർത്താവിനെ വീണ്ടും ക്രൂശിക്കുകയാണ്. അപ്പം ഞാൻ യേശുവിന് നിരക്കാത്തൊരു വാക്ക് പറഞ്ഞാൽ യേശുവിൻ്റെ ആണിപ്പാടിൽ വീണ്ടും ഞാൻ ഒരു ആണിയടിക്കുന്നു. നമ്മളങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോഴൊക്കെ ചെയ്യുന്നത് കർത്താവിനെ വീണ്ടും വീണ്ടും നമ്മൾ ക്രൂശിക്കുന്നവരാണ്. രണ്ടാമത് പറയുന്നു, അവന് ലോകോപവാദം വരുത്തുന്നവരാണ്. ഇന്ന് യേശുവിന് അപവാദം വരുത്തുന്നത് ക്രൈസ്തവരാണ്. വിജാതീയരായ ആരും യേശുവിന് അപവാദം വരുത്തുന്നില്ല. മാതാപിതാക്കൾക്ക് അപവാദം വരുത്തുന്നത് മക്കളിലൂടെയാണ്, അല്ല അയൽവക്കക്കാരനിലൂടെ അല്ലല്ലോ മാതാപിതാക്കൾ അപമാനിക്കപ്പെടുന്നത്. അവരുടെ മേൽ അപവാദമുണ്ടാകുന്നത് മക്കളിലൂടെയാണ്. അപ്പോൾ നമ്മളൊക്കെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്തിൽ ലഭിച്ച മക്കളാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ മുഖാന്തരമാണ് യേശു പലപ്പോഴും വീണ്ടും ക്രൂശിക്കപ്പെടുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വേദഭാഗമാണ്. അപ്പം അവരെ വീണ്ടും മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ പ്രയാസമാണ്. കാരണം നമ്മൾ പറയാറുണ്ടല്ലോ, ഉറങ്ങുന്നവനെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവനെ ഉണർത്തുക പ്രയാസമാണ്. ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റും. പാപത്തിൽ അറിവില്ലായ്മയിൽ നിന്ന് പാപം ചെയ്യുന്നവന് പാപബോധമുണ്ടായാൽ അവൻ അതിൽ നിന്ന് പിന്തിരിയും. പിന്നീട് ഒരിക്കലും ആ പാപത്തിലേക്ക് പിന്നെ അവൻ പോവില്ല. എത്രയോ വിജാതികളായ ആളുകൾ ഒരു ദിവസം യേശുവിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന വലിയ മാനസാന്തരം എത്രയെത്ര ഉദാഹരണങ്ങൾ വിശുദ്ധ ബൈബിളിലും അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ശൈശവ പ്രായത്തിൽ തന്നെ ക്രിസ്തുവിനോട് സ്നാനമുഖാന്തരം സംയോജിക്കപ്പെട്ട് അന്നു മുതൽ നിരന്തരം കർത്താവിൻ്റെ ശരീരത്വങ്ങൾ അനുഭവിച്ച് മാമോദീസായുടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവവചനം വായിക്കുകയും പറയുകയും കേൾക്കുകയും ചെയ്യുന്ന നമ്മൾ വീണ്ടും വീണ്ടും ക്രിസ്തുവിനെ ക്രൂശിക്കുന്നവരാണ്. ഉദാഹരണം കൂടി പൗലോസ്ലീഹ ഇവിടെ പറയുന്നുണ്ട്. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി നല്ല സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ അത് നന്മയാണ്, അത് അനുഗ്രഹമാണ്. അതിനു പകരം മുള്ളും ഞെരിഞ്ഞിലുമാണെങ്കിൽ അതിൻ്റെ അവസാനം കത്തിച്ച് കളയുകയാണ് അതിൻ്റെ അവസാനം. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ദൈവം ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്നതും ഭൂമി മഴവെള്ളം കുടിക്കുന്നതിൻ്റെ ഉദ്ദേശം നല്ല സസ്യാദികളെ, നല്ല ഫലങ്ങളെ ലോകത്തിന് നൽകാനാണ്. അതിനു പകരം ഈ വെള്ളം മുഴുവൻ കുടിച്ചിട്ട് മുള്ളും ഞെരിഞ്ഞിലും മാത്രമാണ് അതിൽ നിന്ന് വരുന്നതെങ്കിൽ അത് ശാപയോഗ്യമാണ്, കത്തിച്ച് കളയേണ്ട അതിൻ്റെ അവസാനം. കത്തിക്കുക എന്ന് പറഞ്ഞാൽ ന്യായവിധിയാണ് അത് സൂചിപ്പിക്കുന്നത്. അതായത് ഞാനും നിങ്ങളുമാകുന്ന ഈ മണ്ണിന്മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ കൃപകളുടെ അനുഗ്രഹത്തിൻ്റെ നല്ല മഴകളെ എപ്പോഴും നമ്മുടെ മേൽ പെയ്തിട്ടുണ്ട്, ഇപ്പോൾ പെയ്തുകൊണ്ടുമിരിക്കുന്നു. ആ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ നല്ല ആ വെള്ളം നമ്മൾ പാനം ചെയ്തിട്ട് അതിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെയെല്ലാം നമ്മൾ പുറപ്പെടുവിക്കുന്നതെങ്കിൽ, ഗലാത്യ ലേഖനം 5:22 മുതൽ വായിക്കുന്നുണ്ടല്ലോ പരിശുദ്ധാത്മാവിൻ്റെ സൽഫലങ്ങളെക്കുറിച്ച്. അതിനു പകരം മുള്ളും ഞെരിഞ്ഞിലും പാപത്തിൻ്റെ ഫലങ്ങളാണ് നമ്മിൽ നിന്നുണ്ടാവുന്നതെങ്കിൽ അത് ശാപയോഗ്യമാണ്, കത്തിച്ച് കളയത്ര എൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ അത് ന്യായവിധി ദിവസത്തിൽ വരാൻ പോകുന്ന ഭയങ്കരമായ ശിക്ഷാവിധിയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി ദൈവവചനം വായിക്കുവാനും ധ്യാനിക്കുവാനും സമർപ്പിക്കുവാനും നമുക്ക് ഇടയായിട്ട് തീരേണ്ടതാണ്. ഇനി 7-8 വാക്യങ്ങളാണത് പറഞ്ഞത്. 9-10 വാക്യങ്ങളിൽ എബ്രായരിൽ കണ്ടെത്തപ്പെട്ട ചില സ്വഭാവ മഹിമകളെക്കുറിച്ച് പൗലോസ്ലീഹ പറയുന്നു. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കുറേ ശ്രേഷ്ഠതയുണ്ടായിരുന്നു. ഒന്ന്, ഉത്തമവും രക്ഷയ്ക്ക് പര്യാപ്തവുമായ ഗുണങ്ങൾ അവരിലുണ്ടായിരുന്നു. ന്യായപ്രമാണം അനുസരിച്ച് അവർ കഴിവിൻ്റെ പരമാവധി അനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ രക്ഷയ്ക്ക് പര്യാപ്തമായ ഗുണങ്ങൾ അവരിലുണ്ടായിരുന്നു. 2, സഹോദര സ്നേഹത്തോടെ അവർ പരസഹായം ചെയ്യുന്നവരാണ്. അപ്പോൾ ആ ഒരു വലിയ ഗുണം അവരിലുണ്ട്. ഇനി 11-12 വാക്യങ്ങളിൽ ഇനി അവരെന്താണ് തുടർന്ന് പ്രവർത്തിക്കേണ്ടവ? പൂർണ്ണ പ്രത്യാശയ്ക്കായി അന്ത്യം വരെ അവർ തുടർന്ന് പ്രവർത്തിക്കണം, പൂർണ്ണ പ്രത്യാശയ്ക്കായി. 2, വിശ്വാസവും ക്ഷമയും മൂലം വാഗ്ദാന അവകാശികളായി തീർന്നവരെ അവർ അനുകരിക്കണം. അല്ല, ഞങ്ങളവിടെ പാരമ്പര്യവും പറഞ്ഞ് ഞങ്ങൾ യഹൂദന്മാരാണെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പൂർവ്വപിതാവായ അബ്രാഹാമിൻ്റെ മക്കളാണെന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അവരിനി ക്രിസ്തുവിൽ നിന്ന്, കാരണം അബ്രാഹാമിലൊക്കെ ദൈവം വാഗ്ദത്തം ചെയ്ത ആ വലിയ അനുഗ്രഹമാണ് യേശു ക്രിസ്തു. അവനിൽ നിന്ന് കേട്ടതനുസരിച്ച് മുന്നോട്ട് വളരാൻ അവർ തയ്യാറാകണം. വിശ്വാസവും ക്ഷമയും മൂലം വാഗ്ദാന അവകാശികളായി തീർന്ന
ആ മറ്റുള്ളവരെ, ആ ക്രൈസ്തവ സമൂഹത്തെ അവരനുകരിച്ച് അതനുസരിച്ച് ജീവിക്കാൻ അവർ തയ്യാറാകണം. 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലെ വാഗ്ദാനവും പ്രത്യാശയുമാണ് അവിടെ നൽകുന്നത്. അബ്രഹാമിനുള്ള വാഗ്ദാനം 13, 14 വാക്യം നമ്മൾ വായിക്കുന്നു. അബ്രഹാമിന് ദൈവം വാഗ്ദാനം നൽകിയപ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് ശപഥം ചെയ്യാൻ ആരുമില്ലാത്തതിനാൽ തന്നെക്കൊണ്ട് തന്നെ താൻ ശപഥം ചെയ്തു. പിന്നെ രണ്ടാമത്, ആ വാഗ്ദാനം സ്വീകരിക്കണമെങ്കിൽ അബ്രഹാം ക്ഷമയോടെ കാത്തിരിക്കണം. നമുക്കറിയാം, അബ്രഹാമിന് ദൈവം ആദ്യം വിളിച്ചു, വാഗ്ദത്തം കൊടുത്തു. 25 വർഷം പിന്നെ അദ്ദേഹം വെയിറ്റ് ചെയ്തു വാഗ്ദത്ത സന്തതി അദ്ദേഹത്തിന് ലഭിക്കാൻ. ഇതുപോലെ നമ്മൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്, സ്ഥാനത്തിലൂടെ സഭയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. ദൈവം നമുക്ക് അനുഗ്രഹങ്ങളെ, വാഗ്ദാനങ്ങളെ നൽകും. പക്ഷെ അതിന് ക്ഷമയോടെ, പ്രത്യാശയോടെ കാത്തിരിക്കാൻ നമുക്ക് സാധിക്കണം. ക്ഷമയോടുള്ള കാത്തിരിപ്പ് വളരെ ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ദൈവത്തോട് അപേക്ഷിച്ചിട്ട് നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ നിരാശപ്പെട്ട് പലപ്പോഴും ആ വഴിയിൽ നിന്ന് തന്നെ നമ്മൾ പലപ്പോഴും പിന്തിരിഞ്ഞു പോകും. അതൊരിക്കലും ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ല. ക്ഷമയോടെ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമത് അവിടെ പറയുന്നത്, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളൊന്നും വ്യാജമായി പോകുകയില്ല. അതുകൊണ്ട് അത് പ്രത്യാശയുടെ വലിയ ജീവിതമാണ്. ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ലഭിക്കും. അബ്രഹാമിന് നൽകിയ വാഗ്ദത്തം അനേക വർഷങ്ങൾ കഴിഞ്ഞാണ് അദ്ദേഹത്തിന് അനുഗ്രഹം നൽകിയത്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലചതിക്കുമെന്ന വാഗ്ദത്തം ലോകത്തിന് കൊടുത്തിട്ട് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് മശിഹായുടെ ആഗമനം സംഭവിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി നമ്മൾ വിധേയപ്പെട്ട് ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പം നാലാമത്, വാഗ്ദാന അനുഭവത്തിൻ്റെ പ്രേരകമായ, അല്ലെങ്കിൽ അതിന് പ്രേരകമായ പ്രത്യാശയെ ഇവിടെ ഉപമിക്കുന്നത് കപ്പൽ കടലിൽ അലയാതിരിക്കുവാൻ ഉപയോഗിക്കുന്ന നങ്കൂരത്തോടാണ് സാമ്യപ്പെടുത്തുന്നത്. ആ നങ്കൂരമാണ് കപ്പലിനെ അലയാതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിർത്തുന്നത്. ആ നങ്കൂരം മാറുന്ന അവസ്ഥ ഉണ്ടായാൽ അത് കാറ്റിലും കോളിലും പെട്ട് അലഞ്ഞു പോകും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ പ്രത്യാശ എന്ന ആ നങ്കൂരം നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. എങ്കിൽ മാത്രമേ ചഞ്ചല ഹൃദയമില്ലാതെ അചഞ്ചലമായി ആ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ, ആ ക്രിസ്തുവിൽ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം അവസാനം 20-ാം വാക്യത്തിൽ പറയുന്നത്, അത് ഈ ലോകത്തിനുമുപരി മൽക്കീസദേക്കിനെ പോലെ മഹാപുരോഹിതനായ യേശു പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്ന ആ തിരശ്ശീലിക്കുള്ളിലെ ആ പ്രതീക്ഷയുടെ അവസ്ഥയിൽ, അല്ലെങ്കിൽ കർത്താവ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയ ആ തിരശ്ശീലിക്കുള്ളിലെ മഹാവിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുകയാണ്. അതിന് നമുക്കറിയാം, ആ സർവ്വരാജ്യത്തെ ഭൂമിയൊക്കെ സൂചിപ്പിച്ച ഘടകമായിരുന്നല്ലോ സമാഗമന കൂടാരം, വിസ്തസ്ഥ പ്രാകാരം, വിസ്തസ്ഥലം, അതിവിസ്തസ്ഥലം. അതിലെ ആ തിരശ്ശീലയ്ക്കകത്തേക്ക് കർത്താവ് രക്ഷാകര പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് അവിടേക്ക് കർത്താവ് പ്രവേശിച്ചു. അവിടേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ നമ്മൾ കാത്തിരിക്കേണ്ടതാണ്. ആ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം വന്ന മഹാപുരോഹിതൻ അവിടെ ഉണ്ട് നമുക്ക് വേണ്ടി വാദിക്കുവാൻ. ആ ദൈവത്തിൽ പൂർണ്ണമായി പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഇടയായിട്ട് തീരണം. നമ്മൾ പ്രാപിച്ചതായ നന്മകളിലെ ആ ദൈവികമായ അനുഗ്രഹങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകാതെ തുടർന്ന് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യഹൂദന്മാരിൽ നിന്ന് ക്രിസ്ത്യാനികളായവരോടാണ്, അല്ലെങ്കിൽ എബ്രായരോടാണ് പൗലോസ്ലീഹ ഇത് മുഖാന്തരമായി പറയുന്നതെങ്കിലും നമുക്കിത് ബാധകമാണ്. നമ്മളും അവരെ പോലെ പലപ്പോഴും ചഞ്ചലഹൃദയരായി പോവാറുണ്ട്. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും കർത്താവിനെ വീണ്ടും പലപ്പോഴും ക്രൂശിക്കുന്നുണ്ട്. അവന് ലോകോപവാദം വരുത്തുന്നുണ്ട്. വ്യവഹാരങ്ങളിലും കോടതികളൊക്കെ കയറി ഇറങ്ങി ജാതികളുടെ മുൻപിൽ ക്രൈസ്തവ സമൂഹം അപഹസിക്കപ്പെടുമ്പോൾ അവിടെ ആർക്കാണ് പെരുദോഷമുണ്ടാകുക? യേശു ക്രിസ്തു എന്ന വ്യക്തിക്കാണ്. അവനാണ് അപവാദം ഉണ്ടാകുന്നത്. അതുകൊണ്ട് എൻ്റെ വാക്കുകളോ ചിന്തകളോ പ്രവൃത്തികളോ മുഖാന്തരം ഞാൻ എൻ്റെ കർത്താവിനെ വേദനിപ്പിക്കില്ല. എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവനാണ്. ഞാൻ ഇനി എൻ്റെ ജീവിതം കൊണ്ട് അവനെ ഒരിക്കലും വേദനിപ്പിക്കില്ല എന്നൊരു തീരുമാനത്തോടെ നമുക്ക് ജീവിക്കാൻ തുടങ്ങാം. ഈ 6-ാം അധ്യായം അതിന് നമ്മെ സഹായിക്കട്ടെ. എല്ലാവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവതിന് ബലപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.